ആര്യാടൻ ഷൗക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പി വി അൻവർ. കോൺഗ്രസ് നേതാവ് വി വി പ്രകാശിന്റെ മരണം പോലും ഷൗക്കത്ത് ആസ്വദിച്ചു. ആശുപത്രിയിലെത്തിയ ഷൗക്കത്ത് മൃതദേഹത്തിന് മുന്നിൽ ഫോണിൽ സംസാരിച്ച് ചിരിക്കുകയായിരുന്നു. വി വി പ്രകാശിന്റെ കുടുംബാംഗങ്ങളെ ഷൗക്കത്തിന് കാണാൻ ധൈര്യമുണ്ടോ എന്നും അൻവർ പരിഹസിച്ച് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ മരണം അദ്ദേഹം ഹൃദയം പൊട്ടി മരിച്ചതാണ്. അതിന് കാരണക്കാരൻ ഇദ്ദേഹം കൊടുത്ത അങ്ങേയറ്റത്തെ പ്രഷറാണ് എന്ന് വിശ്വസിക്കുന്ന ഭാര്യയും മക്കളും അച്ഛനും അമ്മയുള്ള വീടാണത്. അതൊന്നും നിലമ്പൂരിലെ കോൺഗ്രസ്സുകാർ അത്ര എളുപ്പം മറക്കുമെന്ന് നോക്കണ്ട. ബോഡി കണ്ടതിന് ശേഷം അദ്ദേഹം കുറച്ച് മാറി നിന്ന് ഫോണിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നു. ആരാ പറഞ്ഞത്? ഇദ്ദേഹത്തിൻ്റെ ഉറ്റ ബന്ധു, ഒരേ രക്തം, ഏട്ടനെ ഞങ്ങളെയും കൊന്നതല്ലേ എന്ന് വിശ്വസിക്കുന്നു ആ കുടുംബം. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി ചേരുകയാണ് നിലമ്പൂരിൽ നിന്ന്. നൃപൻ, ഒരുപക്ഷെ അൻവർ പറഞ്ഞതിൽ മറ്റൊരു കാര്യമുണ്ട്. സതീശൻ ആണ് ഈ കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ മരണമണി മുഴങ്ങുകയാണ് കോൺഗ്രസിൻ്റെ. UDF എന്ന് പറയുന്ന മുന്നണി സംവിധാനവും തകരിക്കുകയാണ്. ഒപ്പം തന്നെയാണ് വി വി പ്രകാശന്റെ കുടുംബത്തോടെടുത്ത ആര്യാടൻ ഷൗക്കത്തിൻ്റെ നിലപാടിനെ കുറിച്ച് പറയുകയും ചെയ്തത്. എന്താണ് ഇന്ന് അൻവർ പറഞ്ഞ മറ്റു കാര്യങ്ങൾ? തീർച്ചയായും സിജു, വലിയ തരത്തിലുള്ള ആക്രമണം UDF ക്യാമ്പിന് നേരെ PV അൻവർ തുടർച്ചയായി നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വലിയ തരത്തിലുള്ള രൂക്ഷ വിമർശനം ഉന്നയിച്ച PV അൻവർ അതേ ആരോപണം കുറച്ചുകൂടി കടുപ്പിച്ച് എന്ന് പറഞ്ഞു. UDF VD സതീശനാണ് പ്രതിപക്ഷ നേതാവ് പദവിയിൽ നിന്ന് നയിക്കുന്നതെങ്കിൽ ഒരിക്കലും UDF അധികാരത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന കാര്യം ഉറപ്പാണ്. UDFിലെ ഹിറ്റ്ലറായി VD സതീശൻ മാറുകയാണ്. മാത്രമല്ല, ലീഗിന് വലിയ തരത്തിൽ അതൃപ്തിയുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളെ, മുതിർന്ന നേതാക്കളെ പൂർണ്ണമായി അവഗണിച്ചു. സമീപകാലത്ത് ലീഗ് ഇത്രയേറെ അവഗണന നേരിട്ട ഒരു കാലഘട്ടം ഉണ്ടാകില്ല. അതെല്ലാം VD സതീശൻ്റെ ധാർഷ്ട്യമാണ് എന്നതാണ് ഇന്ന് പറഞ്ഞത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ ലീഗ് നേതൃയോഗത്തിൽ അതിരൂക്ഷമായ വിമർശനം VD സതീശനെതിരെ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളും ഇന്ന് PV അൻവർ പ്രത്യേക മാധ്യമങ്ങളുടെ മുന്നിൽ ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്തു. ഒപ്പമാണ് ആര്യാടൻ ഷൗക്കത്തിനെതിരെ കഴിഞ്ഞ ദിവസം അഴിമതി ആരോപണമായിരുന്നു PV അൻവർ ഉന്നയിച്ചിരുന്നു എങ്കിൽ ഇപ്പോൾ കോൺഗ്രസിൻ്റെ അണികളെ അടക്കം ഇക്കാര്യത്തിൽ ചിന്തിപ്പിക്കുന്ന തരത്തിൽ വി വി പ്രകാശിൻ്റെ മരണവും തുടർന്ന് ഈ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന ആശുപത്രിയിലെത്തി അവിടെ പോയി അദ്ദേഹം ആസ്വദിച്ച് ചിരിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുന്നു. ഒപ്പം തന്നെ വി വി പ്രകാശിൻ്റെ കുടുംബത്തിനെ പോയി നേരിട്ട് കാണാൻ ഇതുവരെ ആര്യാടൻ ഷൗക്കത്ത് തയ്യാറായിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണല്ലോ. എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാവിനെ, മുൻ DCC അധ്യക്ഷൻ്റെ വീട്ടിൽ പോയി കാണാൻ, അനുഗ്രഹം തേടാൻ ഇതുവരെ ആര്യാടൻ ഷൗക്കത്ത് തയ്യാറായില്ല? അതിനുള്ള ധൈര്യം ആര്യാടൻ ഷൗക്കത്തിനുണ്ടോ എന്ന ചോദ്യമാണ്. ഇത് ഈ നിലമ്പൂരിലെ ജനങ്ങൾ, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, സാധാരണ വി വി പ്രകാശിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസ് അണികൾ ഇന്നും നിലമ്പൂരിൽ സജീവമായി പ്രവർത്തന രംഗത്തുണ്ട്. അവരെ എല്ലാവരെയും സ്വാധീനിക്കുന്ന തരത്തിൽ, അവർക്ക് ഇക്കാര്യങ്ങളിലുള്ള അവരുടെ പ്രതിഷേധം സ്വാഭാവികമായി ഉയർന്നു വരുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം കൂടിയാണ് PV അൻവറിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് സിജു, വരും ദിവസങ്ങളിലും UDFന് തലവേദനയായി PV അൻവറിൻ്റെ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്ന് അല്പനിമിഷങ്ങൾക്കകം അദ്ദേഹം ചന്തക്കുന്നിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രകടനം ആരംഭിച്ചിട്ടുണ്ട്. അല്പം നിമിഷങ്ങൾക്ക് തന്നെ ഇവിടെ താലൂക്ക് ഓഫീസിൽ എത്തിച്ചേർന്ന് അദ്ദേഹം നോമിനേഷൻ പത്രിക, നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യും. സിജു, ശരി. നൃപൻ ചക്രവർത്തിയാണ് നിലമ്പൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. UDF നേതൃത്വത്തെ VD സതീശനെയും ഒപ്പം തന്നെ ആര്യാടൻ ഷൗക്കത്തിനെയും കടന്നാക്രമിച്ച് PV അൻവർ.